കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗിൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് ബിജെപി എഐവൈഎഫ് പ്രവർത്തകർ കോളേജിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം. അഞ്ജന അനിൽകുമാർ, ഇന്നലെ മുതൽ തന്നെ സമരസ്ഥലമായി മാറുകയാണ് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ്. ഇന്നത്തെ പ്രതിഷേധം അവസാനിച്ചോ? തീർച്ചയായും സുജയ, ഗാന്ധിനഗർ കോളേജും പരിസരവും അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധത്തിന് മാത്രമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വിവിധ സംഘടനകളുടെ പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നിപ്പോൾ 3 സംഘടനകളാണ് ഒരേ സമയം പ്രതിഷേധ മാർച്ചുമായി ഈ കോളേജിന് മുൻപിലേക്ക് എത്തിയത്. ആദ്യം KGNU സംഘടനയാണ് എത്തിയത്. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനാണ് എത്തിയത്. തൊട്ടു പിന്നാലെയായി AIYFും ഏറ്റവും ഒടുവിൽ BJP പ്രവർത്തകരും ഇവിടെ എത്തി. കോളേജിനകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിന് മുൻപായി ബാരിക്കേഡുകൾ വെച്ച് പോലീസ് പ്രവർത്തകർ തടയുകയായിരുന്നു. ഈ ബാരിക്കേഡ് തള്ളിമറിക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചു. 2 വട്ടം BJP പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. സംഘർഷഭരിതമാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. AIYF പ്രതിഷേധക്കാർക്ക് നേരെയും ജലപീരങ്കി പ്രയോഗിച്ചു. ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്നും പുറത്താക്കണമെന്നതാണ്. ഇപ്പോൾ സസ്പെൻഷൻ നടപടി മാത്രമാണ് പ്രതികൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ശക്തമായ നടപടി ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുക്കണമെന്നതാണ്. കൂടാതെ ഈ വിഷയത്തിൽ ഈ കോളേജ് അധികൃതരുടെ ഒരു അനാസ്ഥ വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ 3 പേരെ ഈ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുണ്ട്. തുടർന്ന് ഇതിൽ പങ്കുള്ളവരെയും സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ വിവിധ സംഘടനകൾ ഈ ബാരിക്കേഡിന് മുൻപിലായി കൂടിയിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ അവരുടെ നയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അതിക്രൂരമായ റാഗിങ്ങിനാണ് ഗാന്ധിനഗർ കോളേജ് ഹോസ്റ്റൽ സാക്ഷ്യം വഹിച്ചത്. ആ ഒരു കോളേജ് ഹോസ്റ്റലിൽ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരുടെ അറിവോടെയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അയാളോട് ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ പോയി വിവരം അറിയിച്ചിട്ടും ഇടപെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് ഈ മർദ്ദന ഉപകരണങ്ങൾ അതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട്? സുജയ, ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുണ്ട്. കൂടാതെ ഹോസ്റ്റൽ വാർഡനായ അജീഷ് മണിയുടെ ഭാഗത്തു നിന്നും ഹോസ്റ്റൽ സെക്യൂരിറ്റിയായ ജോയിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പോലീസ് കണ്ടെത്തിയത്. ഈ ഹോസ്റ്റലിലെ സെക്യൂരിറ്റി കം ഹൗസ് കീപ്പറാണ് ജോയ് എന്ന ജീവനക്കാരൻ. ഈ ജോയ് എന്ന ജീവനക്കാരൻ ഈ 3 മാസക്കാലമായി രാത്രികാലങ്ങളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നയാളാണ്. പല രാത്രികളിലും ഇവിടെ ബഹളം കേട്ടിട്ട് വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടും ഇയാൾ ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല. പല വിദ്യാർത്ഥികളും ഈ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ബഹളം കേട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ചു. തുടർന്നും ഒരു നടപടി എടുക്കാനോ മറ്റുള്ളവരെ അധികൃതരെ അറിയിക്കാനോ ഒന്നും തന്നെ ഈ ജോയ് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഈ ജോയിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ജോയിയുടെ മൊഴിയെടുത്തപ്പോൾ പോലീസിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ ഏകദേശം ഒരു 7 മണിയോടുകൂടി വിശദമായി ജോയിയുടെ മൊഴി രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയ് നേരത്തെ ഈ റാഗിങ്ങിനെ കുറിച്ച് ജോയ്ക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്നത് പോലീസിന് വ്യക്തമായത്. ജോയ് കൂടാതെ ഈ ഹോസ്റ്റൽ വാർഡനും ഏതെങ്കിലും തരത്തിൽ നേരത്തെ അറിവുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ 3 പേരെയും പ്രിൻസിപ്പൽ സുലേഖയും ഹോസ്റ്റൽ വാർഡൻ അജീഷ് മണിയെയും ജീവനക്കാരനായ ഈ ജോയിയെയും ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഹോസ്റ്റലിലെ റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും ഈ പ്രതികൾ ഈ റാഗിങ്ങിനായി ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോമ്പസ്, ഡംബൽ, ഷേവിംഗ് റേസർ, സാനിറ്റൈസർ, ബോഡി ലോഷൻ തുടങ്ങിയ ഈ റാഗിങ്ങിനായി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നു.